ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മകരം രാശിയിൽ 30 നാഴികയും കുംഭം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഗുണാനുഭവങ്ങൾക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 4ാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ശത്രുഭാവത്തിലൂടെയും നീചരാശിയിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ ചില സമയങ്ങളിൽ മാനസികമായിട്ട് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം നമ്മൾ ഈ സമയത്ത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും തളർച്ച കൂടാതെ ബുദ്ധിബലത്തെ കൊണ്ട് ശ്രദ്ധയോടുകൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് എല്ലാം ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. അതിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം അഭിവൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ. കൂടാതെ കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും എല്ലാം ശ്രേഷ്ഠതയും അഭിവൃദ്ധിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും എല്ലാം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ജീവിതാനുഷ്ഠാനങ്ങളും ഈശ്വര ആരാധനയും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ. പ്രത്യേകിച്ച് യാത്രകളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുമെങ്കിലും ഒക്ടോബർ 20-ാം തീയതി മുതൽ കർമ്മത്തിന് അധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ 20-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടി ബുദ്ധിബലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ അഷ്ടമഭാവസ്ഥിതി മൂലം ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാലോ ഒക്ടോബർ മാസം 10-ാം തീയതി മുതൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട്
10-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ സമയത്ത് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. വിശേഷിച്ച് കുടുംബാധിപതിയായിരിക്കുന്ന 4-ാം ഭാവാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി ശ്രേയസ്സിനുമെല്ലാം അനുകൂല സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ. അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശിവൻ ക്ഷേത്രത്തിലാണെങ്കിൽ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്.